ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് EVS തേർഡ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ഗ്രീൻ എർത്ത്. യൂണിറ്റ് 1 ഗ്രീൻ എർത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു സോങ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. കുറേ കുട്ടികൾ അവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ടാണ് പാടുന്നത്? ആ സോങ്ങിൻ്റെ പേരെന്താ? ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. പോയി ഇവിടെ ഓരോ ഇതിലും ഓരോ കാര്യങ്ങൾ പറയും. ഓരോ ട്രീയിൽ ടച്ച് ചെയ്യാൻ, ഫ്ലവറിൽ ടച്ച് ചെയ്യാൻ, എന്നിട്ട് മടങ്ങി വരാനായിട്ട് ലിറ്റിൽ ബേർഡിനോട് പറയുകയാണ്. അതൊരു ഗെയിമാണ്. അപ്പം നമുക്ക് ഈ സോങ് ഒന്ന് നമുക്ക് നോക്കാം. Fly away, little bird. Go touch the green tree and come, little bird. Which tree did the bird touch? What is its name? Can you tell if it is big or small? അപ്പോൾ ഇവിടെ ഒരു ഗെയിം കളിക്കുകയാണ്. എങ്ങനെയാണ് കളിക്കുന്നത്? ബേർഡിനോട് എന്താ പറയുന്നത്? പോയി ഒരു ഗ്രീൻ ട്രീയിൽ ടച്ച് ചെയ്ത് തിരിച്ചു വരാൻ. എന്നിട്ട് ആ തിരിച്ചു വരുമ്പം ഏത് ട്രീയിലാണ് ആ ബേർഡ് അല്ലെങ്കിൽ കുട്ടി തൊടുന്നത്? ഏത് ട്രീയുടെ പേരെന്താണ്? ഇനി അത് ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് ചോദിക്കുകയാണ്. അടുത്ത നോക്കിക്കേ. ഫ്ലൈ away ലിറ്റിൽ ബേർഡ്. Go touch the flower and come, little bird. Which flower did the bird touch? What is its name? Can you tell the color of the flower? അപ്പം എന്താണ് പറഞ്ഞത്? അടുത്തതായിട്ട് ഒരു ഫ്ലവർ, ഒരു പൂവല്ലേ, ഫ്ലവറിനെ പോയി തൊട്ടിട്ട് തിരിച്ചു വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഏത് ഫ്ലവറിനെയാണ് ബേർഡ് ടച്ച് ചെയ്തത്? അതിൻ്റെ പേരെന്താണ്? ഇനി ഫ്ലവറിനൊരു കളർ ഉണ്ടാവും അല്ലേ, ആ കളർ എന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്ത നോക്കിക്കേ. നെക്സ്റ്റ്. ഫ്ലൈ away ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം, ലിറ്റിൽ ബേർഡ്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദി ഷേപ്പ് ഓഫ് ദ ലീഫ്? അപ്പോൾ അടുത്ത എന്താണ് പറഞ്ഞത്? ഫ്ലൈ away ലിറ്റിൽ ബേർഡ്. ഒരു ലീഫ് പോയി തൊട്ടിട്ട് തിരിച്ചു വരാനായിട്ട് പറയുകയാണ്. അപ്പം ഏത് ലീഫാണ് ബേർഡ് ടച്ച് ചെയ്തത്? അതിൻ്റെ പേരെന്താണ്? ഇനി അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പം ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഈ ഗെയിം നിങ്ങൾ സ്കൂളിൽ കളിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ പ്ലാന്റ്സും ഏതൊക്കെ ഫ്ലവേഴ്സും ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെ നിങ്ങൾ ടച്ച് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അത് നിങ്ങളുടെ ഡയറിയിൽ, സയൻസ് ഡയറിയിൽ എഴുതി വെക്കാം. നെക്സ്റ്റ് വൺ. വിച്ച് പാർട്സ്? സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. വാട്ട് അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. ഇവിടെ സൈറ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ചെടിയുടെ, ഒരു പ്ലാന്റിൻ്റെ പടം വരയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കിക്കേ, ഒരു പാർട്ട് മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് കുറേ പാർട്സ് അവിടെ കാണാനില്ലല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പാർട്സ് ഒക്കെ ഒന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെ പാർട്സ് അറിയാം? ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? റൂട്ട്. നെക്സ്റ്റ്, ഇനി അടുത്ത ഏതാണ് വരുന്നത്? ഇവിടെ ഈ സ്റ്റിക്ക് പോലെയുള്ള ഈ ഒരു പാർട്ടിന് നമ്മൾ എന്താണ് പറയുന്നത്? അതാണ് സ്റ്റെം അല്ലേ. അപ്പം നമുക്ക് സ്റ്റെമ്മിൻ്റെ പേര് എഴുതാം. പിന്നെ അടുത്തത് ഏതാണ്? പിന്നെ ഒരു പ്ലാന്റിന് ലീവ്സ് ഉണ്ടല്ലേ, അപ്പം നമുക്ക് ലീഫ് എഴുതാൻ പറ്റും. അടുത്ത എന്താണ്? പിന്നെ ഫ്ലവർ ഉണ്ടല്ലേ, അപ്പം നമുക്ക് ഫ്ലവറും എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ പാർട്സ് ഒക്കെ എഴുതി. ഏതൊക്കെയാണ്? സ്റ്റെം, ലീഫ്, ഫ്ലവർ. ഇനി എന്ത് ചെയ്യാം? ഈ പിക്ചർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ സ്റ്റെമ്മുണ്ട്, ലീഫും ഫ്ലവറും അതുപോലെ റൂട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. നെക്സ്റ്റ് വൺ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് പ്ലാന്റ്സ്, നമുക്കറിയാം അല്ലേ, പല തരത്തിലുള്ള പ്ലാന്റ്സും ട്രീസും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? വാട്ട് ആർ ദ ഡിഫറൻസസ്? നമ്മൾ കാണുന്ന എല്ലാ ചെടികളും ഒരുപോലെ ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് പല തരത്തിലുള്ള ചെടികൾ കാണാൻ പറ്റും അല്ലേ. ചിലത് വലിയ ചെടികളായിരിക്കും, ചിലത് വളരെ ചെറിയ ചെടികളായിരിക്കും അല്ലേ. പല ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് എന്ന് എഴുതാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഡിഫറൻസ് തന്നിട്ടുണ്ട്. എന്താ? സൈസ്. ചിലതിൻ്റെ നമ്മൾ പറഞ്ഞു, ചിലത് ഭയങ്കര ബിഗ് ആയിരിക്കും, ചിലത് നല്ല സ്മോൾ ആയിരിക്കും. വേറെ എന്തൊക്കെ ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇനി ചിലതിൻ്റെ ലീവ്സോ, എല്ലാ ചെടികളുടെയും ഇലകൾ ഒരുപോലെയാണോ ഉള്ളത്? അല്ലല്ലേ. അപ്പം ലീവ്സ് വ്യത്യാസം വരും. വേറെ എന്തൊക്കെയാണുള്ളത്?
പിന്നെ അതിൻ്റെ സ്റ്റെമ്മ് നമുക്കറിയാം, ചില ചെടികൾക്ക് ചെറിയ ഒട്ടും വണ്ണം ഇല്ലാത്ത സ്റ്റെമ്മായിരിക്കും, പക്ഷെ ചിലതോ നല്ല കട്ടിയുള്ള വണ്ണമുള്ള സ്റ്റെമ്മായിരിക്കും അല്ലേ ഉള്ളത്. ഇനി ചിലതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലേ, ചിലതിൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ചിലതിൽ അതൊന്നും ഇല്ല. അപ്പം നമുക്ക് ഈ ഡിഫറൻസ് എല്ലാം ദാ ഇവിടെ ഈ സ്പേസ് തന്നേക്കുന്നതിലൊന്ന് എഴുതിയാലോ. ഓക്കെ, അപ്പോൾ സ്റ്റെം, ലീഫ്, ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതൊക്കെ എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കുറേ പ്ലാന്റ്സ് കാണാൻ പറ്റും അല്ലേ. നോക്കിക്കേ ഏതൊക്കെയാണ് ഉള്ളത്. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ദാ ഇത് നമുക്കറിയാവുന്നതാണല്ലേ, തെറ്റിയുണ്ട്, അതുപോലെ ഷൂ ഫ്ലവർ, ഹിബിസ്കസ് ചെമ്പരത്തി, സ്പിനച്ച് ചീര, അതുപോലെ ബനിയൻ ട്രീ, ഇനി ടച്ച് മീ നോട്ട് പ്ലാന്റ് തൊട്ടാവാടി, മാംഗോ ട്രീ, അതുപോലെ റോസ് ഉണ്ടല്ലേ, പിന്നെ കോക്കനട്ട് ട്രീ ഉണ്ട്, അതുപോലെ പാഡി ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഡിഫറൻസ്, ഇതെല്ലാം ഒരുപോലെയാണോ ഈ ചെടികളെല്ലാം? അല്ല, ഇതിനെല്ലാം പല വ്യത്യാസങ്ങളുണ്ടല്ലേ. ചിലത് വലിയ ചെടികളാണല്ലേ, വലിയ മരങ്ങളാണ്. ഇപ്പോൾ കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, ബനിയൻ ട്രീ ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ വലിയ മരങ്ങളാണല്ലേ. ഇനി നമ്മുടെ ഹിബിസ്കസ് ചെമ്പരത്തി, അതുപോലെ തന്നെ തെറ്റി, റോസ് ഇതൊക്കെ എടുക്കുകയാണെങ്കിലോ അതൊക്കെ ഒത്തിരി വലിയ മരങ്ങളല്ല, എന്നാലും അത്യാവശ്യം ഒരു അല്പം വലുപ്പമുള്ള ചെടികൾ തന്നെയാണല്ലേ. ഇനി നമ്മുടെ പാഡി എടുക്കുകയാണല്ലോ, നെല്ല് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടല്ലേ, അതോ അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, ഒരുപാട് കട്ടിയുള്ളതാണോ? അല്ല, ഒരുപാട് കട്ടിയില്ലാത്ത സ്റ്റെമ്മാണ് അതിനും അതുപോലെ സ്പിനാച്ചിനൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളോടൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഓക്കെ, നമ്മുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ നിങ്ങൾ പോയി ഒബ്സർവ് ചെയ്തിട്ട് അവിടെ ഈ പറയുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ എഴുതാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുണ്ട് സ്പിനച്ച്, ചീര. നമുക്കറിയാം അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ അതോ വെരി ഹാർഡ് ആണോ എന്നുള്ളത്. സ്റ്റെം എങ്ങനെയാണ് ചീരയുടെ? സോഫ്റ്റ് ആണല്ലേ. ഇനി അതിൻ്റെ സൈസും സ്മോൾ ആണ്, ഒത്തിരി വലുപ്പമൊന്നും ഇല്ല. ഇനി എത്ര കാലം അത് നിലനിൽക്കില്ല, ജീവിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? എത്ര നാൾ ജീവിക്കും? മന്ത്സ്, കുറച്ച് മാസങ്ങൾ മാത്രമേ അത് ജീവിക്കുകയുള്ളൂ. അടുത്താണ് ഹിബിസ്കസ് ചെമ്പരത്തി. ഇനി അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്? അത് കുറച്ച് ഹാർഡാണല്ലേ, കുറച്ചൊരു ഹാർഡാണ്. ഇനി അതിൻ്റെ സൈസ് ബിഗ് ആണ്. ഇനി അത് വർഷങ്ങളോളം, ഇയേഴ്സാണ് അത് ലീവ് ചെയ്യുന്നത്. അടുത്താണ് മാംഗോ ട്രീ. മാംഗോ ട്രീയുടെ സ്റ്റെം എങ്ങനെയാണ്? അത് ഭയങ്കര കട്ടിയാണല്ലേ, വെരി ഹാർഡ്. ഇതിൻ്റെ സൈസോ? അത് വെരി ബിഗ് ആണ്. ഇനി അത് എത്ര കാലം ജീവിക്കും? മെനി ഇയേഴ്സ്, കുറേ വർഷം അത് ജീവിക്കും. ഇനി ഇതുപോലെ നിങ്ങൾക്ക് നോക്കിയിട്ട് നമ്മളിപ്പം പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ള ചെടികൾ ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ സ്റ്റെമ്മും സൈസും ഇനി അത് എത്ര നാൾ അത് ജീവിക്കും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പം നമുക്ക് ഒരെണ്ണം, നമ്മൾ ഈ പിക്ചറിൽ കണ്ട ഒരെണ്ണം ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ കോക്കനട്ട് ട്രീ എടുക്കുകയാണെങ്കിൽ കോക്കനട്ട് ട്രീയുടെ സ്റ്റെം എങ്ങനെയാണ്? കോക്കനട്ട് ട്രീയുടെ സ്റ്റെം വെരി ഹാർഡ് ആണല്ലേ, അപ്പോൾ വെരി ഹാർഡ് എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി എൻ്റെ സൈസ് എങ്ങനെയാണ്? എൻ്റെ സൈസ് വെരി ബിഗ് ആണല്ലേ, സോ വെരി ബിഗ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്തു. അടുത്തത്, ഇനി അത് എത്ര കാലം ജീവിക്കും? കുറേ വർഷങ്ങളോളം കോക്കനട്ട് ട്രീക്ക് ലീവ് ചെയ്യാൻ പറ്റും. അപ്പം മെനി ഇയേഴ്സ്. ഇങ്ങനെയാണ് നമുക്ക് ഓരോ നിങ്ങൾ കാണുന്ന ഓരോ ചെടികളും ഇതുപോലെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ വാട്ട് ഡിഡ് യു ലേൺ? നമ്മൾ ഈ ടേബിളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പോൾ ഇവിടെ നമുക്ക് 3 ചെടികൾ, നമ്മളിതിൽ ടേബിളിൽ എഴുതിയിരുന്ന 3 ചെടികളെക്കുറിച്ച് നമ്മളിനി അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് എഴുതാൻ പോവാണ്. ഫസ്റ്റ് വൺ ഏത് ചെടിയാണ്? സ്പിനച്ച് അല്ലേ. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇതൊരു ഹെർബാണ്, കണ്ടോ, ഹെർബാണ് സ്പിനച്ച്. അതിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്, ഒന്ന് അതിൻ്റെ സ്റ്റെം വളരെ സോഫ്റ്റ് ആണ്. സ്റ്റെം ഈസ് സോഫ്റ്റ്, വളരെ സോഫ്റ്റായ സ്റ്റെമ്മാണ് അതിനുള്ളത്. നോ ഡീപ്പ് റൂട്ട്സ്, അതിന് ഒരുപാട് ആഴ്ന്നിറങ്ങിയ വേരുകൾ, ആഴത്തിലുള്ള വലിയ വേരുകളൊന്നും ഈ ചെടിക്കില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റുന്നത്, ഇത് വളരെ ചെറിയ ചെടികളാണല്ലേ, ഒരുപാട് വലിയ ചെടിയൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേകത എഴുതാനായിട്ട് പറ്റും. ഇനി ഇത് കുറച്ച് നാൾ മാത്രമേ, നമ്മൾ പറയില്ല ഒരുപാട് വർഷങ്ങളൊന്നും ഒരുപാട് കാലമൊന്നും ഇത് ജീവിച്ചിരിക്കില്ല. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ 2 പ്രത്യേകതകൾ നമുക്കിതിൽ എഴുതാം. ഇപ്പോൾ ഒരെണ്ണം ടീച്ചറോട് എഴുതാൻ പോവാണേ. ഷോർട്ടർ ഇൻ സൈസ് എന്നുള്ള ഫീച്ചറാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നോക്കിക്കേ,
അടുത്ത എന്താണ്? ട്രീസ് ആണല്ലേ. ട്രീസ്. വി ഗ്രോ വെരി ടോൾ. ഇവിടെ എഴുതിയിട്ടുണ്ട് ട്രീസിൻ്റെ പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഗ്രോ വെരി ടോൾ. ഞങ്ങൾ നല്ല ഉയരത്തിൽ, നല്ല പൊക്കത്തിലാണ് വളരുന്നത്. വി ആർ ട്രീസ്. ഇനി ഇതുപോലെ വേറെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടെത്തിയത്? നമുക്ക് എന്തൊക്കെയാണ് എഴുതാൻ പറ്റിയത്? ട്രീസ് നമ്മൾ കുറേ ഫീച്ചേഴ്സ് കണ്ടല്ലേ. അതിൻ്റെ ഒരെണ്ണോടെ കൊടുത്തിട്ടുണ്ട്, വെരി ഹാർഡ് സ്റ്റെം. അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതാണ്. ഇനി വേറെ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ടേബിളിൽ നമ്മൾ മനസ്സിലാക്കിയത്? ട്രീസിൻ്റെ കാര്യം പറഞ്ഞത്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്? വെരി ബിഗ് ആണല്ലേ. ഇനി അത് കൂടാതെ അതിൻ്റെ അത് എത്ര നാൾ ജീവിക്കും? കുറേ വർഷങ്ങൾ അതിന് ജീവിക്കാൻ പറ്റും. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ നമുക്കിപ്പോൾ ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു ഫീച്ചർ എഴുതിയിട്ടുണ്ട്, ലിവ്സ് മെനി ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങൾ ട്രീസിന് ലീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ അടുത്ത എന്താണ്? ഇവിടെ ഒരു ഹിബിസ്കസ് ഷൂ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹിബിസ്കസ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? വി ആർ സ്മോൾ, അവർ സ്റ്റെംസ് ആർ പ്രിറ്റി ഹാർഡ്, വി ആർ കോൾഡ് shrubs. അപ്പം ഇങ്ങനെയുള്ള ചെടികളെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? shrubs. അതിൻ്റെ പ്രത്യേകത എന്താ? അത് സ്മോൾ ആണല്ലേ. ഇനി ഇതിൻ്റെ സ്റ്റെംസോ കുറച്ചൊരു ഹാർഡ് സ്റ്റെം ആണ്. എന്നാൽ ട്രീയുടെ അത്രയും ഹാർഡല്ല, പക്ഷേ എന്താണ്? ഹാർഡ് സ്റ്റെം ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, ഹാർഡ് സ്റ്റെം എന്നുള്ളത്. വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഷ്രബ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് എഴുതി? നമ്മൾ നേരത്തെ ബോക്സിൽ എഴുതിയല്ലേ. അതിൻ്റെ സ്റ്റെമ്മ് കുറച്ചൊരു ഹാർഡാണ്. ഇതിൻ്റെ സൈസ് എങ്ങനെയാണ്? ബിഗ് സൈസാണ്. അതിന് ഇയേഴ്സ്, കുറേ വർഷങ്ങളോളം കുറച്ച് വർഷങ്ങൾ അതിന് ജീവിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഏത് ഫീച്ചർ എഴുതാം? നമുക്കിവിടെ അത് ട്രീസിൻ്റെ അത്രയും ഇല്ല എങ്കിലും ട്രീസിനെക്കാട്ടിലും കുറച്ച് ചെറുതാണല്ലേ, അത്രയും വലുപ്പമില്ല. അപ്പോൾ സ്മോളർ ദാൻ ട്രീസ് എന്നുള്ള ഫീച്ചറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പം നമുക്കിവിടെ കണ്ടോ, ഹെർബ്, ഷ്രബ്, മാംഗോ ട്രീ. അതിൽ ഏതൊക്കെയാണ്, ഓരോന്നും ഏതൊക്കെ ഗ്രൂപ്പിലാണ് എന്ന് വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഹെർബിൽ വരുന്നതാണ് സ്പിനാച്ച്, ഷ്രബിൽ വരുന്നതാണ് ഹിബിസ്കസ്, ട്രീയിൽ വരുന്നതാണ് മാംഗോ ട്രീ. ഇനി വേറെ എന്തൊക്കെയായിരിക്കും വരുന്നത്? നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് എഴുതാം. അപ്പോൾ ഹെർബിൽ നമുക്ക് ഒരെണ്ണം സ്പിനച്ച് തന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് വരുന്നത്? പാഡി, നെല്ലല്ലേ, പിന്നെ ടൊമാറ്റോ, ക്യാബേജ്. ഇനി ഷ്രബിൽ വരുന്നതാണ് ഹിബിസ്കസ് ഉണ്ട്, പിന്നെ അതുപോലെ റോസ്, തുളസി, ജാസ്മിൻ. ട്രീസിൽ വരുന്ന ഏതൊക്കെയാണ്? മാംഗോ ട്രീ തന്നിട്ടുണ്ട്, കൂടാതെ നീം ട്രീ, ബനിയൻ ട്രീ, ഗുവാവ ട്രീ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രീസിൽ വരുന്നത്. അടുത്തതിലേക്ക് വരുമ്പം നമുക്ക് ഡ്രോ ആൻഡ് കണക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഷ്രബ്, ഹെർബ്, ട്രീ, ഇത് ഓരോന്നും നമുക്ക് ഡ്രോ ചെയ്ത് അതിനെ കണക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഷ്രബ്. ഷ്രബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? അത് ട്രീസിൻ്റെ അത്രയും വലുപ്പമില്ല എങ്കിലും ട്രീസിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുതാണ്. ഇനി അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ട്, കൂടാതെ അത് കുറച്ച് വർഷങ്ങൾ ജീവിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഷ്രബ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? ഒരെണ്ണം നമ്മൾ പഠിച്ചു, ഷ്രബിൽ വരുന്നത് റോസ് ഒരു ഷ്രബാണല്ലേ. പിന്നെ അതുകൂടാതെ വേറൊരു ചെടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതാണ്? തെറ്റി, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഇതൊരു ഷ്രബാണ്. അടുത്തതായിട്ട് വരുന്നത് ഏതാണ്? ഹെർബ്സ്. ഹെർബിൽ വരുന്നത് ഏതാണ്? ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്റ്റെം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്. അത് കുറച്ച് നാൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജീവിച്ചിരിക്കുകയുള്ളൂ, അല്ലെ കുറച്ച് മാസങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പം നമുക്കിവിടെ ഹെർബിൽ വരുന്ന ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സ്പിനച്ച് ഉണ്ടല്ലേ. സ്പിനച്ച് ഒരു ഹെർബാണ്. ഇനി അത് കൂടാതെ വേറെ എന്താണ് വരുന്നത്? പിന്നെ ഒന്നും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീറ്റ് ഒരു ഹെർബാണ്. ഇത് കൂടാതെ മുക്കുറ്റി, കണ്ടോ ഈ ചെടി, ഇതൊരു ഹെർബാണ്. ഇത്രയാണ് ഹെർബ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ട്രീസ് നമുക്ക് എളുപ്പമാണ്, വലിയ മരങ്ങളല്ലേ. അത് കുറേ, അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് തന്നെ നല്ല കട്ടിയുണ്ട്, കുറേ വർഷം അത് ജീവിക്കും. അതിലൊന്നാണ് ബനിയൻ ട്രീ. ഇനി അത് കൂടാതെ കോക്കനട്ട് ട്രീയും ഉണ്ട്. ഇത്രയാണ് ഷ്രബ്സ്, ഹെർബ്സ് ആൻഡ് ട്രീയിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണിലേക്ക് വരുമ്പോൾ വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ട് ചില ചെടികൾ അതിന് ഈ നമ്മൾ സാധാരണ ചെടികൾ പോലെ നേരെ ഇങ്ങനെ നിൽക്കില്ല അല്ലേ. ചിലപ്പോൾ ഒരു കമ്പ് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ താങ്ങി നിർത്തേണ്ടി വരും. ചിലതിങ്ങനെ നിലത്തിങ്ങനെ പറ്റിക്കിടന്ന് വളരും അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അവരും പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്പ്രെഡ്സ് ലൈക്ക് ക്രീപ്പർ. നമ്മൾ കണ്ടില്ലേ, നിലത്തിങ്ങനെ പറ്റി കിടന്നാണ് അതല്ലേ ഇത് വളരുന്നത്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊരു സപ്പോർട്ടില്ലാതെ അതിനിങ്ങനെ നേരെ, നമ്മൾ സാധാരണ ചെടി, നമ്മൾ റോസ് പ്ലാന്റോ ജാസ്മിനോ ഒക്കെ പോലെ അതിന് നേരെ നിൽക്കാനായിട്ട് പറ്റില്ല. വേറെ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് കണ്ടേക്കുന്നത്?
ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെത് വീക്ക് സ്റ്റെമ്മാണ്, വലിയ കട്ടിയില്ലാത്ത സ്റ്റെമ്മാണല്ലേ. ഇനി അതിൻ്റെ സ്റ്റെമ്മിൻ്റെ നീളമോ അത് ലോങ് ആണല്ലേ, നല്ല നീളമുള്ള സ്റ്റെമ്മായിരിക്കും. അപ്പം നമുക്ക് അതിവിടെ എഴുതാം. അപ്പോൾ ഒരെണ്ണം ലോങ് സ്റ്റെം, അതിൻ്റെ വളരെ നീളമുള്ള സ്റ്റെമ്മാണ്. ഇനി അത് മാത്രമല്ല അത് വീക്ക് സ്റ്റെമ്മാണ്, അത് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ഒരു സ്റ്റെമ്മാണ്, വീക്ക് സ്റ്റെമ്മാണ്. ഇനി വൈൻ പ്ലാന്റ്സ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഈ ബോക്സിലേക്ക് നോക്കിക്കേ. Those that spread and grow along the ground and those that grow upwards by holding on to or by spreading along a support. ഒരെണ്ണം നിലത്ത് നമ്മൾ പറ്റി പിടിച്ച് വളരുന്നത് ചെടികളുണ്ട്, വൈൻ പ്ലാന്റ്സ് ഉണ്ട്. ഇനി ചിലത് എങ്ങനെയാണ്, അതിന് സപ്പോർട്ട് കൊടുക്കണം. ഇപ്പം ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നുണ്ട്, ഇവിടെ ഒരു പംകിൻ ഉണ്ടല്ലേ. ഈ പംകിൻ എങ്ങനെയാണ് വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ നിലത്ത് പറ്റി പിടിച്ച് നിലത്ത് തന്നെ അത് കിടന്ന് വളരും. പക്ഷേ നമ്മുടെ പയറൊക്കെ ആണെങ്കിലോ അതിനൊരു സപ്പോർട്ട് വേണം അല്ലേ, അതിങ്ങനെ അല്ലെങ്കിൽ അടുത്തുള്ള ചെടിയിലോ അല്ലെങ്കിൽ മരത്തിലോ ഒക്കെ അതിങ്ങനെ ചുറ്റി ചുറ്റി അത് വളരും. അപ്പോൾ ചിലത് ക്ലൈംബ് ചെയ്ത് പോവും, അതായത് സപ്പോർട്ടോടുകൂടി മുകളിലേക്ക് പോവും. ചിലത് എന്താണ്, നിലത്ത് തന്നെ പറ്റി പിടിച്ച് വളരുന്ന ചെടികളാണ്. നെക്സ്റ്റ് വൺ, ഇനി പ്ലാന്റ്സ് നമ്മൾ കരയിൽ മാത്രമല്ല വാട്ടറിലും പ്ലാന്റ്സ് ഉണ്ടല്ലേ. പ്ലാന്റ്സ് ഇൻ വാട്ടർ. എന്തൊക്കെയാണ് ആ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആ വാട്ടർ പ്ലാന്റ്സ്. വെള്ളത്തിൽ വളരുന്ന ചെടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അത് വെള്ളത്തിലാണല്ലേ, വെള്ളത്തിലാണ് അത് ജീവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാന്റ്സിൻ്റെ പേര് അറിയാമോ? ഇവിടെ പിക്ചറിലൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫ്ലവർ ആണല്ലേ, ലോട്ടസ്. അതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അപ്പം നമുക്ക് ലോട്ടസ് ഒരു വാട്ടർ പ്ലാന്റ് ആണെന്നറിയാം. പിന്നെന്താണ്? വാട്ടർ ലില്ലി ഉണ്ടല്ലേ. അതുപോലെ 3rd പിക്ചറിൽ നമ്മൾ കാണുന്നത് വാട്ടർ ഹയാസിന്ത്. അപ്പോൾ ഇതൊക്കെ വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പം ലൈഫ് ഇൻസൈഡ് ദ സീഡ്സ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു സീഡിൽ നിന്നാണ് പലപ്പോഴും മിക്കപ്പോഴും ചെടികൾ ഉണ്ടാവുന്നത്. നിങ്ങൾ പക്ഷേ ഈ സീഡ്സ് മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. Fill a transparent glass with sand. Plant 3 or 4 pea seeds slightly under the sand close to the glass. Wet the sand. Keep it for a few days. അതായത് നമ്മുടെ പയർ വിത്തില്ലേ, അത് നിങ്ങളൊരു ഗ്ലാസ്സിൽ, ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉണ്ടല്ലോ, ചില്ല് ഗ്ലാസ്സിൽ നിങ്ങൾ കുറച്ച് മണ്ണ് നിറച്ചിട്ട് ഒരു 3-4 പയറിൻ്റെ ആ ഒരു സീഡ്സ് നിങ്ങൾക്ക് അതിൽ ആ ഗ്ലാസ്സിനോട് ചേർന്ന്, എന്നാലേ നമുക്കതിൽ അത് മുളച്ചു വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഗ്ലാസ്സിനോട് ചേർന്ന് നിങ്ങളത് നടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾ നിങ്ങളത് അങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഈ സീഡ് ജേർമിനേറ്റ് ചെയ്യുന്നത്, മുളച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഇത് ഫസ്റ്റ് ലീഫ് വരാൻ വേണ്ടിയിട്ട്, അതായത് അത് മുളച്ചല്ല, ആദ്യം ഇത് മുള വരുമല്ലേ, അവിടെ നിന്ന് അത് ഫസ്റ്റ് ലീഫ് വരാൻ ആയിട്ട് എത്ര ദിവസം എടുത്തു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. എന്നിട്ട് ഇതാ ഇവിടെ കണ്ടോ, നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് വീട്ടിൽ ഇതുപോലെ സീഡ് ജേർമിനേറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് പ്ലാന്റ് ചെയ്യുക. When the seed germinates and the plant grows, give if the manure needed. അപ്പോൾ ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്കതിന് വളം ആവശ്യമാണെങ്കിൽ വളം ഇട്ട് കൊടുക്കാം. You will observe more leaves sprouting in the plant, the stem growing, flowers and fruits appearing. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അതിൽ കുറേ ഇലകൾ വരുന്നത്, അതിൻ്റെ തണ്ടത് വളരുന്നത്, പിന്നെ അതിൽ പൂക്കൾ വരുന്നത്, ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കുക. അതിലെന്തൊക്കെയാണ് എഴുതേണ്ടത്? സീഡ് ടൈപ്പ് എന്തായിരുന്നു, എന്നാണ് നിങ്ങളത് പ്ലാന്റ് ചെയ്തത്, അത് ജെർമിനേഷൻ വന്നത് എന്നാണ്, ഫസ്റ്റ് അത് മുളച്ചത് എപ്പോഴാണ് അതിൻ്റെ ലീവ്സ് വന്നത്, ആ ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആക്ടിവിറ്റി റിപ്പോർട്ടിൽ എഴുതി വെക്കാം. അടുത്ത പേജിലേക്ക് വരുമ്പം സീഡ്സ് അല്ലാതെ വേറെ ഏതൊക്കെ രീതിയിലാണ് പ്ലാന്റ്സ് ഉണ്ടാവുന്നത്? ഇവിടെ നോക്കിക്കേ. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്. Saira and her friends decided to plant chetti, hibiscus, nishagandhi, rose, pumpkin, mango tree, jasmine and kadaplau for expanding the school biodiversity garden. സൈറയും സൈറയുടെ കൂട്ടുകാരും കുറച്ച് ചെടികൾ നടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഏതൊക്കെയാണ്? ചെത്തി, അതുപോലെ ചെമ്പരത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ, കടപ്ലാവ്, ഇങ്ങനെയുള്ളതൊക്കെ നടാൻ വേണ്ടിയിട്ട്
തീരുമാനിച്ചു അവരുടെ സ്കൂൾ ഗാർഡനിൽ. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗമാണ് നടേണ്ടത് അത് നമുക്കിവിടെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാം. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ എന്താ പറയുന്നത്? സൈറയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടല്ലേ, സി ദ സാപ്ലിങ്സ് ദേ ആർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് ദി കറി ലീഫ് പ്ലാന്റ്. കറി ലീഫ് അറിയാലോ, കറിവേപ്പില. അപ്പം അതിൻ്റെ റൂട്ടിൽ നിന്ന് എൻ്റെ സാപ്ലിങ്സ് തൈകൾ നിൽക്കുന്നതാണ് അവിടെ കുട്ടി കാണിച്ചു കൊടുക്കുന്നത്. ബട്ട് ദ സാപ്ലിങ്സ് ഓഫ് ദ മിറക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചി, ആർ ഫോംഡ് ഫ്രം ദ ലീവ്സ്. പക്ഷെ ഇവിടെ വേറൊരു മിറക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഇലയിൽ നിന്നാണ് ആ ചെടിയുടേത് അതിൻ്റെ അടുത്ത് നടാനുള്ള സാപ്ലിങ് നമുക്ക് കിട്ടുന്നതെന്ന് സൈറ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ചെടികൾ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ചെത്തി. ചെത്തി എങ്ങനെയാണ് നമ്മൾ നടുന്നത്? നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ? അപ്പം അത് സ്റ്റെമ്മിൽ നിന്നാണ് നമുക്ക് ആ ഒരു പ്ലാന്റ് നമുക്ക് നടാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്കിവിടെ സ്റ്റെമ്മിൻ്റെ അവിടെ നമുക്ക് ചെത്തി എന്നുള്ളത് എഴുതാം. ഇനി അടുത്തത് ഏതാണ്? ഹിബിസ്കസ്. ഹിബിസ്കസ് ചെമ്പരത്തി. ചെമ്പരത്തി എങ്ങനെയാണ് നമ്മൾ നടുന്നത്? അതും സ്റ്റെമ്മിൽ നിന്നാണല്ലേ. അപ്പം നമുക്കവിടെ ഹിബിസ്കസ് എഴുതാം. ഓക്കെ. അടുത്തത് ഇനി ഏതാണ്? നിശാഗന്ധി. നിശാഗന്ധി സ്റ്റെമ്മാണോ? അല്ല. നെക്സ്റ്റ് വൺ റോസ്. റോസ് എങ്ങനെയാണ്? റോസ് നമ്മൾ നടുന്നതും സ്റ്റെമ്മിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്കവിടെ സ്റ്റെം എഴുതാം. പിന്നെ അടുത്തത് പംകിൻ. പംകിൻ ഒരിക്കലും അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നല്ലേ. പിന്നെ മാംഗോ ട്രീ, അതുമല്ല. ഇനി ജാസ്മിൻ. ജാസ്മിൻ എങ്ങനെയാണ്? നമുക്ക് അതിൻ്റെ കമ്പ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് നടാൻ പറ്റും അല്ലേ. അപ്പം നമുക്കിവിടെ ജാസ്മിൻ എഴുതാം. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് വരും? സ്റ്റെമ്മ് നമ്മൾ നടുന്നത് ചെത്തി, ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് ആദ്യത്തേതിലേക്ക് പോവാം, സീഡിലേക്ക് പോവാം. സീഡ് വെച്ച് നമ്മൾ നടുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈ ലിസ്റ്റിൽ നോക്കിക്കേ. നമുക്ക് ഒരെണ്ണം പംകിൻ അല്ലേ, മത്തങ്ങ. അതുപോലെ തന്നെ മാംഗോ ട്രീ അല്ലേ. ഇത് രണ്ടും സീഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെഴുതാം. അപ്പോൾ പംകിനും മാംഗോ ട്രീയും നമ്മൾ എഴുതി. ഇനി അടുത്തത് റൂട്ട്. നമ്മൾ വേരോടെ നമുക്ക് നടാൻ പറ്റുന്ന ചെടികൾ ഏതൊക്കെയുണ്ട്? ഇവിടെ നമ്മൾ ചെത്തി എഴുതി, ഹിബിസ്കസ്, അതുപോലെ നിശാഗന്ധി. അത് നമുക്ക് റൂട്ടല്ല നടുന്നത്. റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ. പിന്നെ ഒരെണ്ണം വരുന്നതാണ് കടപ്ലാവ്. അത് നമ്മൾ എങ്ങനെയാണ്? വേരോടുകൂടി വേണം അത് നടാൻ. അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ അവിടെ കടപ്ലാവ് എഴുതാം. ഇനി അടുത്ത് നമ്മളിനി എഴുതാൻ ഒരെണ്ണം കൂടിയുണ്ട്, ലീഫ്. ലീഫ് വെച്ച് നടുന്ന ഒരെണ്ണം ഇവിടെ ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത് നിശാഗന്ധി. നിശാഗന്ധി നമുക്ക് ലീഫിൻ്റെ അവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ലീഫിൻ്റെ അവിടെ നിശാഗന്ധി എന്ന് എഴുതി. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ നമുക്ക് ഇത്രയും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം, അടുത്ത വരുന്ന പോർഷൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനി ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്